അപ്പം മൊബൈലെടുത്തിട്ട് ആ മൊബൈലിലെ ഫോൺ ബുക്കിൽ ഏതൊക്കെ നമ്പറുണ്ടോ അവനെ ഒന്ന് വെളിയിൽ നിന്ന് കുറ്റിയിടും ആദ്യം. എന്നിട്ട് ആ ഫോൺ ബുക്കിൽ നിന്ന് എടുത്തിട്ട് അതിൽ കാണുന്നത് ഡേ അപ്പി ഓടി വാടേ, എന്തൊരു സംഭവമേ ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അവിടെ കൂട്ടി. എത്ര സദാചാര പോലീസുകളാണ്. ഒരാണും പെണ്ണും കൂടെ കാറിൽ പോയത് പിടിച്ചു. അവർ ചെയ്തത് മഹാതെറ്റ്, അത് വേറെ കാര്യം. അടിക്കുക, ഒരുത്തന്നറിയോ അടിക്കുക. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ നീ പഠിപ്പിക്കാറിയിരിക്കേണ്ട. അവൻ അവിടുത്തെ 40 എണ്ണമായിട്ട് അതേ സമയത്ത് ഓൺലൈൻ ബിസിനസ് ഉണ്ട് അവന്. ഒരു കാര്യം വരുമ്പോൾ നമ്മളൊക്കെ ചാടി സടകുടഞ്ഞ് നിൽക്കും. നമ്മളാരാന്ന് ചിന്തിക്കാൻ. എന്തൊരു മറ്റൊരുത്തനെ അടിക്കാൻ എന്തൊരു ആവേശം നമുക്ക്. അബൂ തൽഹ റളിയല്ലാഹു തആല ഒന്നും ചെയ്തില്ല. ഈത്തപ്പനമരത്തിന്റെ ഒരു കുറ്റിയെടുത്തതിന്റെ മുമ്പിൽ അടയാളം വെച്ച് അബൂ തൽഹ റളിയല്ലാഹു തആല തിരിച്ചു വന്നു. കിടന്നു, ഉറക്കം വരുന്നില്ല. ഉമർ ഇന്നലെ കണ്ട ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അറിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു തെമ്മാടി വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. ഫതബയ്യനു, അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കണം. ഒരു പച്ച തെമ്മാടി വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിടാൻ പാടില്ല. ഖുർആൻ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഫതബയ്യനു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്തിന്? അൻ തുസീബു ഖൗമൻ ബിജഹാല, വിവരമില്ലാത്തവന്മാർ പറയുന്നതിൽ വിവരമുള്ള നീയും പോയി പെടാൻ പാടില്ല. ഏതോ ഒരു പച്ച തെമ്മാടി വന്നിട്ട് പറഞ്ഞു അഹമ്മദ് കബീർ വാക്കവി 2ാമത് പെണ്ണ് കെട്ടിന്ന്, അതങ്ങോട്ട് തൊള്ള തൊടാതെ വിടങ്ങാൻ പാടില്ല. ഒരു സമയത്ത് എന്തൊരു കോളിളക്കുമായിരുന്നു. പടച്ച തമ്പുരാനെ, വാക്കവി 2ാം, എനിക്കുള്ള ഒന്നിനെ നോക്കാൻ തന്നെ സമയമില്ല. ഇന്ന് രാവിലെ 5 മണിക്കാണ് വാത് കഴിഞ്ഞ് വന്നത്. ഇന്നിപ്പോൾ വാത് പോയി കിടന്നു. നാളെ രാവിലെ വീണ്ടും തിരിച്ച്. ഉള്ള ഒന്നിനെ കൊണ്ട് നടക്കാൻ പാടില്ല, 2എണ്ണം കെട്ടി. ശരി, ആയിക്കോട്ടെ. അപ്പോൾ കെട്ടിയവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ തലസ്ഥാന നഗരിയിൽ എവിടെ ഏതോ ഒരു വലിയ മിശിഹ പെണ്ണ് കെട്ടി 2ാമത്. ആ സമയത്ത് ഒരു കാര്യം ആവർത്തിച്ച് ഞാൻ പറയും, ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ആദരിച്ചില്ലെങ്കിൽ അള്ളാഹു മറ്റൊരുത്തൻ്റെ മുമ്പിൽ അവനെ അള്ളാഹു ഫളീഹത്താക്കി കളയും. ഇമാം ഷാഫി റളിയല്ലാഹു തആലാഹുവിനെതിരെ, ഷാഫി റളിയല്ലാഹു തആലാഹുവിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് 3 ഖുത്ബയുടെ പ്രസംഗം നടത്തിയ മിശിഹാമാരെ നമുക്കറിയാം. അവരെ ഫളീഹത്തായി പോയി ലോകത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെക്കാൾ അറിവുള്ളവർ, ഇമാമിയങ്ങൾ, ഉസ്താദന്മാർ ആദരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിഴുങ്ങാൻ മറ്റൊരാളോട് പറയുക പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഇമാമത്ത് നിർവഹിക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇതാ ഇന്നലെ പാതിരാത്രിയിൽ ഒരു കുടിലിന്റെ അകത്ത് വെച്ച് കണ്ട ഉമർ ഇതാ സുബഹിക്ക് പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിൽ ഇമാമത്ത് നിർവഹിക്കുകയാ. നമസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയിട്ട് വല്ലവിധേന ഈ സലാം വീട്ടി മനസ്സിനെ സമാധാനം വരാട് അബൂ തൽഹ റളിയല്ലാഹു തആല നേരം പരപരാ വെളുത്തു ഓടുകയാണ് ആ പഴയ കുടിലിന്റെ മുമ്പിലേക്ക്. അവിടെ ഈത്തപ്പനമരത്തിന്റെ കുറ്റി അടയാളം വെച്ചിട്ടുണ്ട്. ആ കുടിലിന്റെ മുമ്പിലെത്തിയപ്പോ പോയിട്ട് വാതിലിൽ തട്ടി. ഉടനെ അകത്ത് നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണ് വാതിൽ തട്ടുന്നത്? അകത്തേക്ക് കടന്നു വരിക. അബൂ തൽഹ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഇന്നലെ രാത്രിയിൽ ഒരു പെണ്ണ് താമസിക്കുന്ന കുടിലാണോ ആരും കാണാതെ ഉമർ വന്നിട്ട് തിരിച്ചു പോയത്? ആ പെണ്ണിന്റെ മുഖമറിയാൻ കരിങ്കല്ലിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമയായ ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ആ പെണ്ണാരെന്നറിയാ അബൂ തൽഹ റളിയല്ലാഹു തആല കുടിലിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ ആ സമയത്ത് കാണുന്ന കാഴ്ചയേടെന്നറിയോ? പനനാര് കൊണ്ടുവരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സിട്ടാവുണ്ട്. ആ പടംതുണിക്കട്ടില് പനനാര് കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയൊരു പടംതുണി പോലെ ആ ചെറിയ ഈത്തപ്പനമരത്തിന്റെ കുടിലിൽ
മുന്നിൽ കണ്ണ് കാണാൻ കഴിയാത്തൊരു വൃദ്ധ കിടക്കുകയാ. അവരുടെ കണ്ണിന് കാഴ്ചയില്ല. പടം തുണി കെട്ടുപോലെ എല്ലും തോലും തിരിഞ്ഞ ദാരിദ്ര്യത്തിന്റെ ഉടമയായ ഒരു വൃദ്ധ കിടക്കുന്നത് കാണുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി ചോദിച്ചു, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? ഈ മരുഭൂമിയുടെ മറുഭാഗത്ത് എഴുന്നേക്കാൻ കഴിയാതെ പടം തുണിക്കെട്ടുപോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിങ്ങളെ സംരക്ഷിക്കാനും ഭക്ഷണം തരാനും ആരാ ഉള്ളത്? ചെറുപ്പക്കാരെ, സിറാജുൽ ഹുദ യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട എന്റെ പ്രവർത്തകരോട്, ഇവിടെ കരുതി കൂടി നിൽക്കുന്നവരോട്, ഉമർ രാത്രി ഇതൊക്കെ ചെയ്തതെന്തിനാണ് നിങ്ങൾ അറിയണം. സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട വൃദ്ധ പറഞ്ഞതെന്തെന്നറിയോ? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും. രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും. കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. ഞാൻ രോഗം ബാധിച്ചിട്ട് ഇവിടെ കിടക്കുന്ന അന്നത്തെ രാത്രി മുതൽ ഇന്നലെ രാത്രി വരെ മുടങ്ങാട് പതിരാ സമയമാകുമ്പോൾ ഒരാൾ എൻ്റെ കുടിലേക്ക് വരും. വന്ന ഉടനെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു മൺചട്ടിയുണ്ട്. ആ ചട്ടിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി തൻ്റെ കൈകൾ കൊണ്ട് ആ മലവും മൂത്രവുമെല്ലാം കഴുകി വൃത്തിയാക്കും. എന്നിട്ടോ മടിശീല തുറന്നിട്ട് അതിൽ നിന്ന് കാരക്കയെടുത്ത് ആ കാരക്ക വിരൽ കൊണ്ടും മെല്ലെ ഞെരടി മൃദുവാക്കി എൻ്റെ വായിലേക്ക് വെച്ച് തരും. ആരാ കൊടുക്കുന്നതാരാ? പതിര സമയത്ത് മരുഭൂമിയുടെ മറുഭാഗത്ത് കിടക്കുന്ന വൃദ്ധയുടെ മലമൂത്ര വിസർജനം തൻ്റെ കൈകൾ കൊണ്ട് മടത്തി വിധിയാക്കി. ഏത് കൈകൾ കൊണ്ടാണ്? ആ കൈ കൊണ്ടാണ് അരയിൽ കിടക്കുന്ന വാളിനെ മൂർച്ചേറിയാൻ ആദ്യം കണ്ടവന്റെ കൈത്തണ്ട വെട്ടി മുറിച്ചത്. ആ കൈ കൊണ്ട് ഈ വൃദ്ധയുടെ മലമൂത്ര വിസർജനം തുടച്ചു മാറ്റി ആ കാരൊക്കെ എടുത്ത് വായിലേക്ക് വെച്ച് തരും. എന്നിട്ടോ ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്നിട്ടോ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കട്ടിലിൻ്റെ ചാരത്ത് വന്നിട്ട് ആ മനുഷ്യൻ ചില ചെറിയ തമാശ പറഞ്ഞിട്ട് എന്നെ പൊട്ടിച്ചിരിപ്പിക്കും. സഹോദരാ, പരിവർത്തനത്തിന്റെ മാതൃക. പാതിരാ സമയത്ത് ഈ വൃദ്ധയെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്നതാരെന്നറിയോ? ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് നിന്നിട്ട് ഒരാൾ ദഫ് മുട്ടി പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പാട്ട് ആസ്വദിക്കുകയാണ്. അനുവദനീയമാണല്ലോ ദഫ്. ആ ദഫ് സംഗീതമില്ലാത്ത ദഫ്, താളങ്ങളില്ലാത്ത ദഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ പാട്ട് നിർത്ത്, ദഫ് എടുത്ത് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാടല്ലേ. പാട്ടുകാരാ ദഫ് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാട്ട് നിർത്ത് പാട്ടുകാരാ. അയാള് പേടിച്ചു പറച്ച് ദഫ് എടുത്തോട്ട് ഒളിപ്പിച്ചു വെച്ചു. അയാള് പാട്ട് പാതിവടിയിൽ നിർത്തി. ആ വന്ന മനുഷ്യൻ കുറെ നേരം വർത്തമാനം പറഞ്ഞ് ഹബീബായ നബിയുടെ ചാരത്ത് നിന്ന് ഇറങ്ങി പോകവേ ആ പാട്ടുകാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരാള് കിടന്നു വന്നപ്പോ പേടിച്ചു വിറച്ചതുപോലെ അങ്ങ് പാട്ട് നിർത്താൻ പറഞ്ഞതെന്തിനാ? അയാള് പോയപ്പോ നബി തങ്ങള് പറഞ്ഞു, പാട്ടുകാരാ ഇനി പാടിക്കോ, ഇനി ദഫടിച്ചു പാടിക്കോ, ഞാനെന്ന് കേക്കട്ടെ പാട്ടുകാരാ. അതെന്താണ് നബി അങ്ങനെ പറഞ്ഞത്? അയാളെ കണ്ടപ്പോ നിർത്തി. അയാൾ പോയപ്പോ പാടാൻ പറഞ്ഞു. ആ സമയത്തല്ലാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏ പ്രിയപ്പെട്ട പാട്ടുകാരാ, ആ വന്നതാരെന്നറിയോ? വഹാദാ ഉമറു, ആ വന്നത് ഉമറാണ്, അത് വന്നത് ഉമറാണ്. വഹുവലാ യുഹിബ്ബുൽ ബാതിലാ, വഹുവലാ യുഹിബ്ബുൽ ബാതിലാ.
ഇങ്ങനെയുള്ള പാട്ടൊന്നും ഉമർ കേൾക്കാറില്ല. അതൊന്നും ഉമറിന് ഇഷ്ടമല്ല റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു തമാശക്ക് പോലും അനുവദനീയമായ ദഫിന്റെ പാട്ട് കേൾക്കാത്ത ആ മനുഷ്യനാണ് പാതിരാ സമയത്തൊരു വൃദ്ധയുടെ അടുക്കൽ ചെന്നിട്ട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. എന്തിനെന്നറിയോ? ഇതെന്റെ ആഖിറമാണ്, ഇതെന്റെ പരലോകമാണ്, ഇതെന്റെ ഖബറിന് വേണ്ടിയുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സിറാജുൽ ഹുദയുടെ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു മാസം വെമ്പായത്ത് വന്ന് ഞാൻ പറഞ്ഞു, അവിടെ എത്ര പെൺകുട്ടികളെയാണ് ആ നാട്ടിലെ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചു വിട്ടത്. ഇതെന്തിനാന്നറിയോ? അത് ഫ്ലെക്സിൽ ഫോട്ടോ വെക്കാനല്ല, അത് പടച്ചറപ്പിന്നെ ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശക്ക് പോലും ഒരു ദഫിന്റെ പാട്ട് കേൾക്കാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ കളിതമാശ കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങളോട് എങ്ങനെ പറയാനാണ്? സമയത്തിൽ ഒതുങ്ങില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രഭാഷകൻ ഒതുങ്ങാത്ത വിസ്മയമേ ഉമർ, പൂരണമില്ലാത്ത സമസ്യേ ഉമർ, പറഞ്ഞാല് തീരാത്ത വർത്തമാനത്തിന്റെ കഥാപാത്രമേ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തോപ്യയിൽ നിന്ന് അഭ്യസ്ത സംഘം വന്ന് കളരിപ്പയത്തിന് ആയിഷ ബീവി പറഞ്ഞെനിക്ക് കാണണം നബിയെ. കൊണ്ടുപോയി കാണാൻ വാതിൽപ്പടിയിലേക്ക് തന്റെ റിസാലത്തിന്റെ കൈയെടുത്തു വെച്ചിട്ട് ആയിഷ ബീവി താടയെടുത്തിട്ട് നബി തങ്ങളുടെ കൈ തണ്ടയിൽ വെച്ചു. എന്നിട്ട് കളരിപ്പയറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാ. കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, പോകാം ആയിഷ. കണ്ടു തീർന്നില്ല നബിയെ. വീണ്ടും നബി തങ്ങളെ കൈത്തണ്ട വെച്ചു കൊടുത്തു. കളരിപ്പയറ്റ് സഹാബത്തും കൂട്ടം കൂടി നിന്ന് കാണുന്നുണ്ട്. ആയിഷ, ഇനി പോകാം ആയിഷ. ഇല്ല നബിയെ, കണ്ടു തീർന്ന് കൊതി തീർന്നില്ല നബിയെ. അള്ളാന്റെ റസൂലിന് പോകാൻ ഇഷ്ടമാണ്. പക്ഷെ ആയിഷ ബീവിയുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയാ. പല പ്രാവശ്യം വിളിച്ചിട്ടും ആയിഷ ബീവി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒരൽപ്പം കൂടി എന്ന് പറഞ്ഞു നിൽക്കുകയാ. പെട്ടെന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടാൻ തുടങ്ങി. കളരിപ്പയറ്റ് കണ്ടുകൊണ്ട് നിന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടുകയാ. ഉത്സവപ്പറമ്പിൽ ആന വരളുമ്പോ ആളുകൾ ഓടുന്നത് പോലെ ഏടോ പേടിച്ച് വിറച്ചിട്ട് സഹാബത്ത് ചിതറി ഓടുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, നമുക്കും പോകാൻ നബിയെ, എന്തോ അത്യാപത്ത് സംഭവിച്ചു നബിയെ. അള്ളാന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞ, ആയിഷ, സഹാബത്ത് വരണ്ടോടിയത് എന്തിനെന്നറിയോ? അറിയില്ല നബിയെ. അവര് കളരിപ്പയറ്റ് കണ്ടുകൊണ്ട് നിന്നപ്പോ അവിടെ ഉമർ കടന്നു വന്നു റളിയല്ലാഹു അൻഹു. ഉമറിനിതൊന്നും ഇഷ്ടമല്ല. ഉമറിനെ പേടിച്ചിട്ട് സഹാബത്ത് വരണ്ടോടിയതാണെന്ന് കണ്ടാലും, മുസ്ലിമായിട്ട് പോലും ഒന്ന് കണ്ടാല് പേടിച്ചു വിറച്ചോടിയ ഒരു തമാശക്ക് പോലും നബി തങ്ങളെ കണ്ട കളരിപ്പയറ്റ് പോലും കാണാതിരുന്ന ആ മനുഷ്യനാണ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഈ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. കാരണം എന്താ? ഇവിടെയാണ് ഹസ്രത്ത് ഉമർ മാനസാന്തരത്തിന്റെ മാതൃക. കാരണം എന്തെന്നറിയോ? പാതിരാത്രിയിൽ തന്നെ നാട്ടിലേക്ക് അഭയാർത്ഥികൾ വരുമ്പോ അവരുടെ കൂടാരത്തിന് പോയി കാവല് നിൽക്കും. അവരോട് പറയും, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇതിന് കാവല് നിന്നോളാം. ആ സമയത്ത് ആളുകൾ സുബഹിന്റെ സമയമായി ബാങ്ക് വിളിച്ചു. വാതിൽ തട്ടിയിട്ട് പറഞ്ഞ്, എഴുന്നേക്ക്, നിസ്കാരത്തിന് സമയമായി. അഭയാർത്ഥികൾ പള്ളിയിൽ വരുമ്പോ അവിടെ ഇമാമത്തിന് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉറക്കമളച്ചിട്ട് തങ്ങളുടെ പ്രസവത്തിന് കാവല് നിന്ന മനുഷ്യന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രിയിൽ ഉറക്കമില്ലാതെ കൂട്ടുകാര് പറഞ്ഞു, ഉമറേ, എല്ലാ രാത്രിയിലും നീ ഉറക്കമളഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ദിവസം നിൽക്കാം, ഇന്നൊരു ദിവസം നീ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറഞ്ഞപ്പോ ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എങ്ങനെയാ ഇനി രാത്രിയിൽ കിടന്നുറങ്ങുന്നത്? ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തും പാവങ്ങളെ സഹായിച്ചും മറ്റൊരാളുടെ പ്രസവത്തിന് കാവലിൽ നിന്നും എന്റെ രാത്രിയിൽ ഉറങ്ങാതെ നിൽക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഉമറിനൊരു പൂർവ്വകാലമുണ്ട്. അന്ന് പല രാത്രികളിലും ഞാൻ കള്ളുകുടിച്ചവനാ, പല രാത്രിയിലും ഞാൻ വ്യഭിചരിച്ചവനാ, പല രാത്രിയിലും എന്റെ പടച്ചെറുപ്പിൽ ഇഷ്ടപ്പെടാത്തത് ചെയ്തവനാ. അതിന് പ്രായശ്ചിത്തമായി കഴിഞ്ഞുപോയ എന്റെ രാത്രികളുടെ തിന്മകളുടെ രാത്രികൾക്ക് പകരം ഞാൻ ഇന്ന് നന്മകളുടെ രാത്രി സംഘടിപ്പിക്കുകയാണ്. നാളെ പടച്ചെറുപ്പിന് മുമ്പ്
മുമ്പിൽ ഞാനത്ര കള്ളു കുടിച്ചവനാ, ഞാനത്ര മദ്യപിച്ചവനാ. എൻ്റെ റബ്ബെനിക്ക് പുറത്തുണ്ടോ എന്നറിയില്ല. എൻ്റെ കഴിഞ്ഞുപോയ തിന്മകളുടെ രാത്രികൾക്ക് പ്രായച്ചിത്തമായിട്ടോ ഈ പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ ഞാൻ ഇങ്ങനെ കട്ടപ്പെടുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്